ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ എബിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എബിനും നമുക്കൊരു സ്വല്പം ജോലി കൊടുക്കാം. വല്ലപ്പോഴൊക്കെ ദേഹമൊക്കെ നനങ്ങണ്ടേ? അങ്ങനെ എവിടാ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളതങ്ങ് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? വലിയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ടു മോനെ മക്കളെ എന്നൊക്കെ ഇന്നത്തെ അപ്പം കുറേ പേർക്കൊക്കെ പിന്നെ നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു. കുറേ പേര് കൃഷിയിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ച് പേർക്ക് വീണ്ടും മണ്ണൊരുക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം കമൻറ്റ് ബോക്സിലൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണൊരുക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരോടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ക്യാമറ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ബ്രൂണോയും അവനറിയാം കേട്ടോ, ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അവനെയും കൂടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 4 ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട്. 4 ചട്ടി മണ്ണ് ഇതും കൊണ്ടിട്ടതാണ് രാവിലെ. അപ്പം അത് നടുക്കൊരു കുഴി ഉണ്ടാക്കാം. ഒരു ഇതാക്കി 4 ചട്ടി മണ്ണിനുണ്ടല്ലോ 1 ചട്ടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയും ചാരവും ആട്ടും കാഷ്ടം കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. കാരണം ഒരുമിച്ചാണ് കൊണ്ടിടുന്നത്, അതുകൊണ്ട് പിന്നെ ഒരുമിച്ചും കിടക്കട്ടെ. എല്ലാം കൂടെ ചേർത്തിട്ട് 1 ചട്ടി, 4 ചട്ടി മണ്ണിന് 1 ചട്ടി ഇതിട്ടിട്ടുണ്ട്. ഏതാ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓരോ ചട്ടിക്കും ഓരോ സ്പൂൺ കുമ്മായം ഇടാം. അല്ലെങ്കിൽ ഒരു പിടി സ്പൂൺ എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ, സ്പൂണില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് 1 പിടി കുമ്മായം ഇടുക. പിന്നെ ഇതെല്ലാം കണ്ടുപിടിച്ചോണം കേട്ടാ. ജൈവവളം കൊടുക്കാം. എനിക്ക് ഇതില്ലാതെ പറ്റത്തില്ല കേട്ടോ. എല്ലാത്തിനും എനിക്ക് ഈ ജൈവവളം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇതാണ് സഫാരിയുടെ നമ്മുടെ ജൈവവളം. അപ്പോൾ കൈ കൊണ്ട് നല്ല 3 പിടി ജൈവവളം ഇട്ടേക്കാം. 4 ചട്ടി മണ്ണ്, 1 ചട്ടി ചാണകപ്പൊടി, 4 സ്പൂൺ കുമ്മായം, 3 പിടി, അല്ലെങ്കിൽ 4 പിടി ഇട്ടുള്ളൂ അല്ലേ? 4 പിടി ജൈവവളം. അപ്പോൾ കണക്ക് തെറ്റത്തിലല്ലോ. ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് നമ്മളിതിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. സിമെൻ്റൊക്കെ കൂട്ടുമ്പോൾ ചെയ്യുന്ന മാതിരി തന്നെ ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്വല്പം വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ ഇട്ടേക്കണം. എന്നിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് വേണമെന്ന് പറഞ്ഞാൽ പിറ്റേന്നും ഇതേപോലെ വെള്ളം തളിച്ച് ഒന്നുകൂടെ നമ്മൾ ഇതേപോലെ ഈ തുമ്പ വെച്ചിട്ട് കാണിച്ച പോലെ എല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി ഇട്ടേക്കണം. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വളവും ഈ മണ്ണുമായിട്ട് നല്ലതുപോലെ അങ്ങ് ചേർന്ന് സെറ്റായിപ്പോണം. നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നെ അതിനകത്ത് ഗ്രോ ബാഗിനകത്തോട്ട് വാരി ഇട്ടിട്ടാണ് നട്ടാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇനി അങ്ങനെ ചെയ്തോളൂല്ലോ. ഞാൻ കൃഷിയൊക്കെ വിടുവാന്നേ. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തോണം. അപ്പോൾ ഇതിന് മേലോട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തല്ലോ. അപ്പോൾ ഇനി സ്വല്പം വെള്ളം നനച്ചിന് ഇട്ടേക്കണം. നാളെ ഇളക്കി കൂട്ടിയിട്ട് പിന്നെ മറ്റന്നാളാണോ കവറിൽ? അല്ല, ഒരാഴ്ച ഇങ്ങനെ കിടന്നാൽ ഏറ്റവും നല്ലത്. ഒരു 15 ദിവസം കിടക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ആദ്യമേ ഒരുക്കി ഇട്ടേക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗിനകത്തോട്ട് നിറയ്ക്കാനായിട്ട്. 15 ദിവസം പോലും ഇട്ടില്ലേലും ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 5 ദിവസം ഇട്ടിട്ട് വേണം നിറയ്ക്കാനായിട്ട്. അതാണ് പലരുടെയും ചെടി നട്ടിട്ട് കിളിക്കാത്തെന്നൊക്കെ പറയും. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് കുറച്ച് നാൾ ഇടുമ്പോഴാണ് അതിൻ്റെ വളവും ഈ കാര്യങ്ങളെല്ലാം കൂടെ ഈ മണ്ണിൽ അങ്ങോട്ട് ചേർന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നനച്ചിടാം. അപ്പോൾ നമ്മുടെ മണ്ണൊരുക്കി ഇങ്ങനെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 പങ്ക് വെള്ളം തളിച്ച് നല്ലതുപോലെ തളിച്ചു കൊടുക്കണം.
വളവും ഈ മണ്ണും ഈ വളമൊക്കെ ഇതിനകത്തോട്ടൊന്ന് ലയിച്ച് ചേരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഈ മണ്ണിനകത്ത് ഈ വളമെല്ലാം ലയിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളങ്ങൾ തളിച്ച് നമ്മളിങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വിളവൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പരാതിയൊന്നും വരികയില്ല. കാരണം എൻ്റെ ഇത് കിളിച്ചില്ല, കാ പിടിച്ചില്ല എന്നുള്ള പരാതിയൊക്കെ മാറുകയും ചെയ്യും. ഇപ്പോൾ സുഡമോണസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂൺ അതും കൂടെ ഇടാം. ഇപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത്. അതും നല്ലത് തന്നെയാണ്. ഈ മണ്ണ് കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ അതും വേണമെങ്കിൽ ഇടാം. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇളക്കിയിടാം. മമ്മി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു നോക്കട്ടെ, മമ്മിക്ക് പറ്റും നോക്കട്ടെ. ആ കൊള്ളാം, ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ, ഇതേപോലെ ചെയ്യണ്ട. നമ്മളെ കാണിച്ചു കൊടുത്തല്ലേ പിള്ളേർ പഠിക്കട്ടെ. കൊള്ളാം കൊള്ളാം കൊള്ളാം, ഇങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നവരല്ല, മമ്മി ചെയ്യുന്നവരല്ലേ. എന്തിനാണെന്നറിയാമോ, എന്നെ കൊണ്ട് എല്ലാ പണിയൊക്കെ ചെയ്യിക്കാനായിട്ട്, എല്ലാ വേലയും. ഇപ്പുറത്ത് നിന്ന് രണ്ടാമതൊന്ന് ഇറക്കി നോക്കിയേ. മമ്മി നോക്കട്ടെ, ഒന്നുകൂടെ കാണിച്ചേ. ഇതാ കറക്റ്റ്. ഇതാണ് സിമെന്റ് ചെയ്യുന്ന മാതിരി ചെയ്യണോ. ബ്രൂണോയ്ക്ക് അവന് മമ്മി ഇങ്ങനെ കളിയാക്കുന്ന അവന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നെ ശരിയാക്കും ഞാൻ. ഇതാ കറക്റ്റ് രീതി. ഒന്ന് നോക്കട്ടെ, ഇച്ചിരി ഇല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. മണ്ണ് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത്രയേ ഉള്ളു. ഇതാണ് മണ്ണ് മിക്സിംഗ് എന്ന് പറയുന്നത്. കണ്ടില്ലേ എങ്ങനെ വേണം ചെയ്യാന്. അപ്പൊ ഞാൻ കാണിച്ച രീതിയല്ല, മമ്മി കാണിച്ച രീതിയാണ് ശരി. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പോലെ എല്ലാ കൃഷിയും ഉണ്ടാവുമെന്നാണ് മമ്മി പറയുന്നത് അല്ലേ? നല്ല 2 അടിയും കൂടെ കൊള്ളേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഉടപ്പാണ് ഉടപ്പ്. ഇനിയും വെള്ളം ഒഴിക്കണം. ഇനി ഒന്നുകൂടെ വെള്ളം തളിച്ചിട്ടിട്ട് നാളെ ഒന്നും കൂടെ ഇതേപോലെ ഇളക്കി കൂട്ടി വെക്കണം. ഇതുള്ള വലിയ കല്ലൊക്കെ അങ്ങ് പറക്കി മാറ്റി കളഞ്ഞേക്കണം കേട്ടോ. എന്നിട്ട് ഈ വളമൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ കട്ടയായിട്ടൊക്കെ കിടക്കുന്നതെന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. 1-ാം ദിവസം നമ്മൾ വെള്ളം തളിച്ച് ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് 2-ാം ദിവസം ഇതേപോലെ നമ്മൾ ചെയ്യണം. ഇതിപ്പോ ഞങ്ങളെല്ലാം കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാനിത് കഴിഞ്ഞ് തിരിച്ച് പോകുന്നുണ്ടായതുകൊണ്ടും നമ്മൾ ഒരുമിച്ച് അങ്ങ് കാണിക്കുവാണ്. 2-ാം ദിവസം ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സിമെന്റ് ഇളക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലതുപോലെ ഇളക്കണം. ഇനി ഇളക്കണം മമ്മി. ഇപ്പൊ 2-ാം ദിവസമാണ് ഇപ്പൊ നമ്മള് മമ്മി ഇളക്കുന്നു. ഇല്ല ഇപ്പൊ കാണിച്ചു തന്നില്ലേ, ഇനി അതേപോലെ തന്നെ ചെയ്യാം. അടിയിലോട്ട് പോട്ടെ, അടിയിലോട്ട് പോകണം. മുമ്പ് അടി വരെ പോകണം. നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ ചെയ്യുന്നതിന് മെനക്കേടല്ലേ, ആരെങ്കിലും വെക്കം കൃഷി ചെയ്യാനാണ്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നല്ലതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഫലം കിട്ടും. കുറേശ്ശെ മണ്ണെടുത്തിട്ട് നിങ്ങൾ 4 ചട്ടി വീതം മണ്ണെടുത്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു 7-8 ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണുണ്ട്. ഇപ്പം നമ്മൾ കരിയിലയും കൂടെ ഒക്കെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 8 ഗ്രോ ബാഗിനകത്തെങ്കിലും നിറയ്ക്കാനുള്ള മണ്ണ് ഇതിൽ നിന്ന് കിട്ടും. എല്ലാ ജോലിയും കൂടെ ഒരു ദിവസം ചെയ്യാൻ നിൽക്കാതെ കുറേശ്ശെ നമ്മൾ ചെയ്യാം. അങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി കേട്ടാ. ശരിയായ രീതി. ഇതിൽ മണ്ണൊരുക്കുമ്പോൾ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ ചകിരിച്ചോറും ഇതിനകത്ത് അരച്ചട്ടിയോ ഒരു ചട്ടിയോ ഒക്കെ ഇതിനകത്ത് ഇടാവുന്നതാണ്. കാരണം നല്ലതുപോലെ വേരോട്ടമൊക്കെ ഉണ്ടാകും. വെള്ളത്തിൻ്റെ അളവും നമുക്കന്നേരം ഒഴിക്കുമ്പോൾ കുറഞ്ഞു കിട്ടും. അപ്പം അതും കൂടെ നിങ്ങൾ മണ്ണൊരുക്കുമ്പോൾ ചെയ്തേക്കുക. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് മണ്ണൊന്നും ക്ഷാമമില്ല. ഇതിപ്പോൾ ബാംഗ്ലൂരോ ഡൽഹിയോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ആകുമ്പോൾ മണ്ണ് കിട്ടാൻ പാടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറ് ഉപയോഗിച്ച് നമുക്ക് ആ മണ്ണിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യാം. ഇത്ര എമൗണ്ട് ഓഫ് മണ്ണ് നമുക്ക് കിട്ടുകയും ചെയ്യും.
അതുകൂടാതെ തന്നെ മണ്ണിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടി എന്താണ് സാധനം ചെയ്യുന്നത്? പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കാൻ. പോട്ടിംഗ് മിശ്രിതം വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഈ നമ്മൾ ചെയ്ത സാധനം അതേപോലെ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അതിന് പകരമാണ് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ഈ മണ്ണ് ഒരാഴ്ചയെങ്കിലും മിനിമം ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ കിടന്നതിന് ശേഷം മാത്രമേ ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാൻ പാടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന രീതികൾ വലിയ മെനക്കേടൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്നതാണ്. എന്നെപ്പോലെ പുതുതായിട്ട് കൃഷിയോട് എന്താണ് കണ്ടുവരുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്തതുപോലൊക്കെ കണ്ടല്ലേ ഇപ്പം ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത് 15 ദിവസം വെക്കണം, എന്നിട്ടാണ് ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത് മമ്മി പറഞ്ഞ പോലെ. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെ ഗ്രോ ബാഗിൽ ശരിയായ രീതിയിൽ മണ്ണ് നിറയ്ക്കാമെന്നൂടെ കാണിച്ചു തന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇതേപോലെ നല്ല കിടക്കാച്ച വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മമ്മിയും ഞാനും ബൈ.